നമസ്തേ. ഡൊണാൾഡ് ട്രംപ് കണ്ണുരുട്ടി. എസ് ജയശങ്കറും പീയൂഷ് ഗോയലും ഇമവെട്ടിയില്ല. വ്യാപാര കരാറിന്റെ പേരിൽ ഭാരതത്തിലെ കർഷകരുടെ താൽപ്പര്യങ്ങൾ അടിയറവ് വയ്ക്കാനാവില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ വരുന്നു 25% അധിക താരിഫ്. പിന്നെ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനാവില്ല എന്ന്. ഭാരതം പറഞ്ഞു അത് ഭാരതത്തിന്റെ തീരുമാനം, ചോയ്സ്, താൽപ്പര്യം. അപ്പോൾ ട്രംപ് പറഞ്ഞു എന്നാൽ ഇനിയും പിടിച്ചോ ഒരു 25%. ഭാരതം ചൂളിയില്ല, മുട്ടുമടക്കിയില്ല. പിന്നെ കണ്ടത് പൂഴിക്കടകൻ. മോദി പുടിൻ കൂടിക്കാഴ്ച. പിന്നാലെ ഷാങ്ഹായ് സാമ്പത്തിക സഹകരണ ഫോറം ഉച്ചകോടിക്കിടയിൽ ഷീ ജിൻപിങ്ങുമായും ചൈനീസിലെ നിർണായക നേതാക്കളുമായും ചർച്ച. ഭീകരവാദമടക്കമുള്ള വിഷയങ്ങളിൽ ഒന്നിച്ചു നീക്കാൻ ധാരണ. അതിർത്തി അടക്കമുള്ള തർക്ക വിഷയങ്ങളിൽ ചർച്ചയിലൂടെ സമവായം കാണുമെന്ന് പ്രഖ്യാപനം. ട്രംപ് പകച്ചു നിൽക്കുമ്പോൾ, പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ഭാരതം ഡെഡ് ഇക്കോണമിയാണെന്ന ട്രംപിന്റെ വാക്കുകൾ കടമെടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉത്തരമുട്ടി നിൽക്കുമ്പോൾ ഭാരതം നെഞ്ചുവിരിച്ച് മുന്നോട്ട്. സ്വാഗതം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക്. നമുക്കൊപ്പം അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, BJP, അഡ്വക്കേറ്റ് സേനാപതി വേണു, കോൺഗ്രസ്, ഡോക്ടർ PJ വിൻസെന്റ് മാഷ്, വിദേശകാര്യ വിദഗ്ധൻ, രഞ്ജിത്ത് കാർത്തികേയൻ, സാമ്പത്തിക വിദഗ്ധൻ, ഒപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ TG മോഹൻദാസിനെയും പ്രതീക്ഷിക്കുന്നു. സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട അതിഥികൾക്കും. നേരെ ശ്രീ PJ വിൻസെന്റ് മാഷിലേക്ക്. PJ വിൻസെന്റ് മാഷ്, ചെറിയ സമയം കൊണ്ട് നടന്ന ചടുല നീക്കങ്ങൾ, അതിൻ്റെ ഒരു ആകത്തുക വളരെ ചുരുക്കി ഒന്ന് പറയാമോ? വിൻസെന്റ് മാഷിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ആദ്യം ശ്രീ പത്മനാഭൻ ചേട്ടനിലേക്ക് പോകുന്നു. ശ്രീ പത്മനാഭൻ, വളരെ ചടുലമായ നീക്കങ്ങൾ നാം കണ്ടു. പലരും പല പ്രതീക്ഷയുമായി കാത്തിരുന്നു. പക്ഷെ അതിനൊടുവിൽ കാണുന്നത് ഒരു ട്രിപ്പിൾ സ്ട്രൈക്കുമായി ഭാരതം നെഞ്ചുവിരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യ വിലയിരുത്തൽ. അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒരുപാട് പഠിക്കാനുണ്ട്. അവരിപ്പോഴും ബഷീറിന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ എൻ്റെ ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോഴും. ഒന്ന്, ലോകം വലിയ തോതിൽ മാറിക്കഴിഞ്ഞു. ലോകത്തിന്റെ ദിശ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ എന്താ പറയാ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത് രണ്ട് മേഖലകളിൽ ശക്തി നേടിയ ആളുകളായിരുന്നു. ഒന്ന്, സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജ്യങ്ങൾ. രണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മുന്നിട്ട് നിന്ന രാജ്യങ്ങൾ. സ്വാഭാവികമായിട്ടും യൂറോപ്പിനും അമേരിക്കയ്ക്കും ആ ഒരു ആനുകൂല്യമുണ്ടായിരുന്നു. അവർ സാമ്പത്തികമായി വളരെ ശക്തിയുള്ള രാജ്യങ്ങളായിരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാ രംഗത്ത് അവർ വളരെ മുന്നോട്ട് പോയ രാജ്യങ്ങളായിരുന്നു. എന്നാൽ 50കളിലും 60കളിലും ഒക്കെ ജപ്പാൻ വലിയ ഒരു ശാസ്ത്ര സാങ്കേതിക ശക്തിയായി വളർന്നു വന്നു. അതോടൊപ്പം ഒരു നല്ല സമ്പദ് വ്യവസ്ഥയായിട്ടും വളർന്നു വന്നു. അതിനുശേഷം ചൈന 80കളിലും 90കളിലും ഒക്കെ ചൈന ഒരു വലിയ സാമ്പത്തിക ശക്തിയായി, അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യാ രംഗത്തും ഈ ഉൽപാദന രംഗത്തും ചൈന വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇപ്പോ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തോളമായി ഭാരതത്തിൽ ഈ മാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതം ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. ഭാരതം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒരു കുത്തക പതുക്കെ അവസാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം റഷ്യ എടുക്കുന്ന നിലപാട്, റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കോ ഒപ്പമല്ല നിൽക്കുന്നത്. അവർ അവരുടേതായ പ്രത്യേക നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായി പഴയ കരുത്തൊന്നുമില്ലെങ്കിലും ഇന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ മുന്നിലാണ്. അവരുടെ എന്താ പറയുക നാച്ചുറൽ റിസോഴ്സസ്, അവർക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ വിഭവങ്ങൾ ധാരാളമാണ്. പ്രത്യേകിച്ച് എണ്ണ വളരെ ധാരാളമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുടെ ഒരു അച്ചുതണ്ട് ഉണ്ടായാൽ അതിൽ ബ്രസീൽ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും കൂടി ചേർന്നാൽ യൂറോപ്പും അമേരിക്കയും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലാവും. അവർക്ക് ഒരു മേധാവിത്വം നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ടാവും.
ഈ യാഥാർത്ഥ്യം യൂറോപ്പും അമേരിക്കയും അംഗീകരിക്കണം. ഇതാണ് ഈ ഒരു കുറച്ചു കാലമായി ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും ഇവർക്ക് പഠിക്കാനുള്ളത്. ഇവർ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് നാളെ വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് മറ്റൊക്കെ പോയേക്കാം. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക യൂറോപ്പിനും അമേരിക്കയ്ക്കും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് കഴിഞ്ഞ 10 ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ശരി, ശ്രീ ശ്രീപത്മനാഭൻ, വളരെയധികം നന്ദി. പി ജെ വിൻസെന്റ് മാഷിന് കേൾക്കാമെങ്കിൽ ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ അപ്രതീക്ഷിതം എന്ന് പറയാം ഒരുപക്ഷെ സാധാരണക്കാരന്, അല്ലെങ്കിൽ ഈ ഉന്നത അധികാര സർക്കിളിന് പുറത്തുള്ളവർ. കാരണം ഇത്രയും വേഗത്തിൽ വളരെ പെട്ടെന്ന് ചടുലമായി ചൈനയോട് അടുക്കാൻ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് സാധാരണമാണ്. ഒപ്പം ഹസ്തദാനം ചെയ്യുകയും ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കായി പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെങ്കിലും അതിനും അപ്പുറത്തേക്ക് കടന്ന് ആദ്യം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്തുന്നു, അവർ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഷീ ജിൻപിങ്ങുമായി പ്രത്യേകം ചർച്ച നടക്കുന്നു, അവിടെ മറ്റ് നേതാക്കളുമായി ചർച്ച നടത്തുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും വരാം. അതിനൊടുവിൽ ഏറ്റവും ഒരുപക്ഷെ നിർണായകമായത്, വളരെ സുപ്രധാനമായി തോന്നിയത്, അതിർത്തി കടന്നുള്ള ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങളിൽ ഭാരതവും ചൈനയും ഒരേ ഭാഷയിൽ സംസാരിക്കുന്നു. മറ്റ് തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ തത്വത്തിൽ ധാരണയാകുന്നു. അതായത് യൂറോപ്പിനെയും അമേരിക്കയെയും പേടിച്ചോ വഴങ്ങിയോ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനം തന്നെയല്ലേ പി ജെ വിൻസെന്റ് മാഷ് ഈ കാണുന്നത്? തീർച്ചയായിട്ടും അതെ, അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. ഇപ്പം ശീതയുദ്ധാനന്തര ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയായി ലോകം കണ്ടത് റിക്ക് കൂട്ടായ്മയാണ്. റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടായ്മ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത, ഈ 3 രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ മാറ്റാൻ പറ്റും, പക്ഷേ അയൽക്കാരെ മാറ്റാൻ പറ്റില്ല എന്നാണല്ലോ പ്രമാണം. 3 രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളാണ്. 3ഉം ആണവ ശക്തിയാണ്. റഷ്യ ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ടെക്നോളജിക്കൽ മാൻ പവർ, രണ്ടാമത്തെ സൈനിക ശക്തി. ചൈനയും വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യം, ഇന്ത്യയും അതുപോലെ വലിയ രാജ്യം, വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യം. അത് ലോകത്തിൻ്റെ ഹൃദയഭൂമിയായി ഈ പ്രദേശം മാറും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടൊന്നും നടന്നില്ല. 2001 ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചത് മുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം വളരെ ശക്തമായി വളർന്നു വന്നു. അത് 2016 മുതലുള്ള കാലത്ത് മോഡിയുടെ ഡിപ്ലോമാറ്റിക് വെഞ്ചറിൻ്റെ ആദ്യത്തെ 5 വർഷങ്ങൾ, ആ 5 വർഷങ്ങളിൽ ഇൻഡോ അമേരിക്ക ബന്ധങ്ങൾ വളരെയധികം ശക്തിപ്പെടുകയും ചെയ്തു. എന്നാൽ അമേരിക്കൻ ബന്ധങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള വിള്ളൽ, അമേരിക്ക അതിൻ്റെ താല്പര്യങ്ങൾ ഇന്ത്യയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു എന്ന സാഹചര്യത്തിൽ ഏറ്റവും നിയന്ത്രിതമായ എന്നാൽ ശക്തമായ ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അക്കാര്യത്തിൽ അത് വളരെ ശാസ്ത്രീയമാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും അത് നമുക്ക് ഗുണകരമായി എല്ലാ തരത്തിലും വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലോകത്തിലെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധമെടുത്താൽ ബൈലാറ്ററൽ ട്രേഡ് 127.7 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റേതാണ്. അതിൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 113.5 ബില്യൺ ഡോളറിൻ്റേതാണ്. നമ്മുടെ എക്സ്പോർട്ട് വെറും 14 ബില്യൺ ഡോളറിൽ നിൽക്കുകയാണ്. ഇന്ത്യ ചൈന ബൈലാറ്ററൽ ട്രേഡിൽ വ്യാപാര മിച്ചം, ചൈനയുടെ വ്യാപാര മിച്ചം 99.2 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അപ്പോൾ ഈ വ്യാപാര മിച്ചം കുറച്ചുകൊണ്ട് വരേണ്ടത് അനിവാര്യമാണ്. ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുമ്പോഴും ഇന്ത്യ ശ്രദ്ധയൂന്നേണ്ടത് ഈ മേഖലയിലാണ്. അതേസമയം അമേരിക്കയുമായിട്ടുള്ള ബന്ധം 2024-25 സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ 85.51 ബില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ട് ഇന്ത്യ നടത്തിയ സമയത്ത് അവിടെ നിന്നുള്ള ഇമ്പോർട്ട് 45.33 ബില്യൺ ഡോളറിൻ്റെ മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്കാണ് വ്യാപാര മെച്ചം 41.18 ബില്യൺ ഡോളറിൻ്റെ വ്യാപാര മെച്ചം ഇന്ത്യക്കുണ്ട്. അപ്പോൾ അമേരിക്കയെ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അക്കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയുമായിട്ട് നിസ്സഹകരിക്കേണ്ട കാര്യം യഥാർത്ഥത്തിലുണ്ടായിരുന്നില്ല. അമേരിക്കയുമായിട്ട് അമിതമായി അടുക്കുകയും വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ പക്ഷേ ഒരു സമതുലിതമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഓൾ
വെതർ ഫ്രണ്ട് എന്ന നിലയിൽ റഷ്യയും പുട്ടിൻ്റെയും സാന്നിധ്യം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ 2007 ദോക്കലാം കോൺഫ്ലിക്റ്റിനെ തുടർന്നാണ് ട്രൈ ജംഗ്ഷനാണ് ഇന്ത്യയും ഭൂട്ടാനും ചൈനയും തമ്മിലുള്ള. ആ ദോക്കലാം കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന ബന്ധം വഷളായ സമയത്ത് 2018 വുഹാൻ സ്പിരിറ്റ് എന്ന പേരിൽ അനൗപചാരിക ഉച്ചകോടി വുഹാനിൽ വെച്ച് ജി ഷിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തുന്നത്. അതിന് നിർദ്ദേശം നൽകിയതും മുൻകൈ എടുത്തതും പുതിനാണ്. 2019 ചെന്നൈ കണക്ട് എന്ന പേരിൽ രണ്ടാമത്തെ അനൗപചാരിക ഉച്ചകോടി നടന്നു. അങ്ങനെ ചൈന ഇന്ത്യ ബന്ധങ്ങൾ പുഷ്ടിപ്പെട്ടു വരുന്നതിനിടയിലാണ് 2020 പുതിയ കോൺഫ്ലിക്റ്റ്, ഗൽവാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. 20 ഇന്ത്യൻ സോൾജിയർമാർ, ഇന്ത്യൻ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ അതിനെ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധങ്ങൾ വളരെയധികം സംഘർഷാത്മകമായി. അവിടെയും 2024 ബ്രിക്സ് ഉച്ചകോടി റഷ്യയിലെ കസാനിൽ വെച്ച് ചേരുമ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തത് പുതിനാണ്. അതുകൊണ്ട് ഈ റഷ്യൻ ഫാക്ടർ പല ഘട്ടങ്ങളിലും ഇന്ത്യ ചൈന ബന്ധങ്ങളിലും ഇന്ത്യക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് അത് വളരെ ഫലപ്രദമായി ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇന്ത്യയുടെ ശക്തി തിരിച്ചറിയുന്നതോടൊപ്പം ആ ശക്തി ഇന്ത്യയുടെ രാജ്യാന്തരീയ ബന്ധങ്ങളിലും രാജ്യത്തിൻ്റെ പൊതു പുരോഗതിക്കും ഗുണകരമാകുന്ന രൂപത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി പ്രയോഗിക്കുക എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രയോഗം ഇപ്പോൾ നടക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. അതിലേറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം കഴിഞ്ഞ ബ്രിക്സ, ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നപ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന ഭീകരതയെ അപലപിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഉച്ചകോടിയിലേക്ക് വരുമ്പോൾ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സംയുക്ത പ്രസ്താവനയിൽ ഈ അതിർത്തി കടന്ന ഭീകരവാദത്തെ നിശിതമായി വിമർശിക്കുന്ന വരികൾ ഉൾപ്പെടുത്താൻ സാധിക്കും. അതിനർത്ഥം ഇന്ത്യ ചൈന ബന്ധം വഷളാകുന്ന മുറയ്ക്ക് ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിൽ പോലും ചൈന പൂർണ്ണമായും പാകിസ്ഥാനെ സഹായിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവിടെ നിന്ന് ഇന്ത്യയുടെ കൺസേൺ, ഭീകരത സംബന്ധിച്ച്, സുരക്ഷിതത്വം സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് ചൈന ക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധം എന്നത് ശക്തിപ്പെട്ടു വരുന്നത് ഇന്ത്യക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതേപോലെ ചൈനയ്ക്കും ആവശ്യമുണ്ടോ. എഡിറ്റർ ചോയ്സ് തുടരുകയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ തർക്കങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ ഭാരതത്തെ നിരാശനായ ട്രംപ് ഡെഡ് എക്കോണമി എന്ന് വിളിച്ചു. ഇതിവിടെ ഏറ്റുപാടിയത് രാഹുൽ മാത്രമാണ്. അപ്പോൾ ഭാരതത്തിനൊരു പ്രശ്നം വരുന്നത് ആഘോഷിക്കാനായി കാത്തു നിൽക്കുകയായിരുന്നോ പ്രതിപക്ഷം, കോൺഗ്രസ്, ഈ സഖ്യം? അഡ്വക്കേറ്റ് സേനാപതി വേണു. അല്ല, അത് ഒരു പൊളിറ്റിക്കൽ മാറ്റർ, അത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ വളരെ വിശാലമായ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇന്ത്യ തുടർന്നു വന്ന പരമ്പരാഗതമായ വിദേശ നയങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് വ്യതിചലിച്ച് നമ്മളെന്തോ അമേരിക്കയുടെ പക്ഷത്ത് ആണ് എന്നൊരു നിലയിലേക്ക്, അമേരിക്കയുമായി ഏറ്റവും അടുത്ത ചങ്ങാത്തത്തിലേക്ക്, മൈ ഗുഡ് ഫ്രണ്ട് എന്ന ഒരു നിലയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയും പലവട്ടം അമേരിക്കൻ പ്രസിഡന്റുമായി ഔപചാരികമായും അനൗപചാരികമായി ചർച്ചകളൊക്കെ നടക്കുകയും ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് എന്ന നിലയിലേക്ക് അമേരിക്ക മാറുകയും ചെയ്യുന്ന എന്ന് ലോകത്തെ ഒക്കെ വിശ്വസിപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. ആ തിരിച്ചടി ഇവിടെ മുമ്പ് വിദേശകാര്യ വിദഗ്ധൻ ശ്രീ വിൻസെന്റ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യം 25% തീരുവ, അടുത്തത് വീണ്ടും 25, 50% തീരുവ. ഈ തീരുവ വന്നതോടുകൂടി പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു ആഘാതം അത് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കരുത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു അദ്ദേഹം, $84 ബില്യൺ വ്യാപാരം അമേരിക്കയുമായിട്ടുണ്ടായിരുന്നത് ഇപ്പം ഏതാണ്ട് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 30%, 40% ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുകയാണ്.
ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ കിറ്റെക്സിന്റെ ഉടമയുടെ ഒരു ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിലും അദ്ദേഹം വന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൈൽസ് ബിസിനസ്സിന് പെട്ടെന്നുണ്ടായ ആഘാതത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം നമ്മളിപ്പം ഒരു മനമാറ്റം നടത്തി നമ്മൾ ചൈനയുമായിട്ട് കൈകോർക്കാനായിട്ട് പോകുന്നു. സ്വാഭാവികമായും ശത്രുവിന്റെ ശത്രു മിത്രം, അതല്ല എങ്കിൽ പഴയ ശത്രുവിനെ വിടുക, പുതിയ പഴയ ശത്രുവിനോട് സ്വീകാര്യത, പുതിയ ശത്രുവുമായിട്ട് നമ്മൾ മാറുക, അപ്പോൾ പഴയ ശത്രുവുമായി നമ്മൾ സൗഹൃദത്തിലേക്ക് പോവുക ആണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമ്മൾ പോകുമ്പോൾ ചൈനയെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിയുകയില്ല എന്നുള്ളതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രം. അപ്പൊ 5000 വർഷത്തെ ഇന്ത്യ ഭൂഖണ്ഡവും ചൈന ഭൂഖണ്ഡവും തമ്മിലുള്ള ചരിത്രം പരിശോധിച്ച ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല. കാരണം ഹിമാലയൻ മലനിരകൾ ഈ സാനുക്കൾ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഒരു ചക്രവർത്തിക്കും അപ്പുറത്തു നിന്ന് ഇപ്പുറത്ത് വന്ന് യുദ്ധം ചെയ്യാനോ ഇപ്പുറത്തു നിന്ന് അപ്പുറത്ത് പോയി യുദ്ധം ചെയ്യാനോ കഴിഞ്ഞ 5000 വർഷത്തെ ചരിത്രത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ എപ്പോഴാണ് നമ്മൾ ചതിക്കപ്പെട്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1950കളുടെ അവസാനം ചൗവല്ലായിയുമായിട്ട് ഒപ്പുവെക്കുന്ന എന്താ പറഞ്ഞ പഞ്ചശീല തത്വങ്ങൾ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല, അതിർത്തികൾ പ്രശ്നങ്ങൾ അത് ചർച്ചയിലൂടെ പരിഹരിക്കും എന്നൊക്കെ പഞ്ചശീല തത്വം ഒപ്പുവെച്ച് അതിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്നത് ചൈനയുടെ ഭയാനകമായ ഒരു കടന്നുകയറ്റമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നത്. ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു അയൽക്കാരനല്ല ചൈന എന്നുള്ളതാണ് പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു 60 വർഷത്തെ ചരിത്രം. അതിനിടയിൽ 7 8 പ്രാവശ്യം ഇവിടെ ഇപ്പം അദ്ദേഹം സൂചിച്ച പോലെ ഗൽവാനിലുണ്ടായ പ്രശ്നം, അതുപോലെ തന്നെ പാങ്കോങ് നദിക്കരയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിനു മുമ്പ് ഡോക്ലാം അക്രമം, ഇതെല്ലാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അവിശ്വാസത്തിന്റെ ബഹിസ്ഫുരണങ്ങളായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ചൈന ഇന്ത്യയുടെ പക്ഷത്തേക്ക് മാറി. ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണു ആമുഖം എന്നുള്ള നിലയിൽ അതവിടെ നിൽക്കട്ടെ. അങ്ങ് പറഞ്ഞ വിമർശനത്തോട് വളരെ പെട്ടെന്ന് ശ്രീ പത്മനാഭൻ ചേട്ടനോടൊരു പ്രതികരണം. അതിനൊപ്പം തന്നെ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം പറയും ഇതിന്റെ വ്യാപാര വശം, ഇതിന്റെ സാമ്പത്തിക വശം, റഷ്യയുടെ US ഏർപ്പെടുത്തിയ അധിക താരിഫ് കൊണ്ടുണ്ടാക്കുന്ന ആഘാതം ഉണ്ടെങ്കിൽ എത്ര, ഒപ്പം ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് GSTയിൽ വരുത്തിയ റിഫോംസ്. ശ്രീ പത്മനാഭൻ, സേനാപതി വേണുവിന്റെ വിമർശനങ്ങൾ അങ്ങ് കേട്ടുകാണും എന്ന് കരുതുന്നു. ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇതുപോലെ വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ അഭിപ്രായം വലിച്ചഴക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ എന്താ പറയാ നിസ്സാരമായ രീതിയിൽ, സില്ലിയായ രീതിയിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത്. അപ്പൊ ചർച്ച ഗൗരവത്തിൽ തന്നെ നടക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, പോസ്റ്റ് കോൾഡ് വാർ എര, അതായത് ശീത സമരാന്തര കാലഘട്ടത്തിൽ സ്ഥിരം മിത്രങ്ങളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല, അങ്ങനെ ഒരു സങ്കല്പമില്ല. ശരിയാണ്, റഷ്യ നമ്മുടെ ഒരു പഴയ മിത്രമാണ്, അങ്ങനെ പല പഴയ മിത്രങ്ങളും നമുക്കുണ്ട്. പക്ഷെ ഇന്ന് വേൾഡ് ഒരു മാർക്കറ്റാണ്, ഒരു വലിയ കമ്പോളമാണ് ലോകം. എല്ലാവരും അവനവന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ കമ്പോളത്തിൽ വരുന്നതും ഇടപാട് നടത്തുന്നതും. ഈ കമ്പോളത്തിൽ സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ല, അന്നന്നത്തെ കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്ത് ഇന്നലകളിൽ ചൈന എന്ത് ചെയ്തു അല്ലെങ്കിൽ നാളെ ചൈന എന്ത് ചെയ്യും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയശങ്കർ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് എവിടുന്നാണോ എണ്ണ കിട്ടുന്നത് അവിടുന്ന് നമ്മൾ എണ്ണ വാങ്ങും. നമുക്ക് എവിടുന്നാണോ ഏറ്റവും നല്ല രീതിയിൽ ഇടപാട് നടത്താൻ പറ്റുന്നത് അവിടുന്ന് നമ്മൾ ഇടപാട് നടത്തും. അത് നാളെ എന്താവും എന്ന് ആലോചിച്ചിട്ടല്ല അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ചൈനയുടെ കാര്യത്തിലും നമുക്ക് അത്രയേ ഉള്ളൂ. ഇന്ന് ചൈന നമ്മളുമായി നല്ല രീതിയിൽ വ്യാപാരം നടത്താൻ തയ്യാറുണ്ടെങ്കിൽ ഓക്കെ, നാളെ ചൈന അങ്ങനെ അല്ലെങ്കിൽ ചൈനയുമായി നമുക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര തർക്കത്തിൽ എടുത്ത നിലപാടിൽ നിന്നും വ്യക്തമാവുന്നത്. അമേരിക്ക നമ്മുടെ സുഹൃത്താണ്, പക്ഷെ അമേരിക്ക നമ്മളുമായി വ്യാപാര ഇടപാടിൽ അമേരിക്ക തെറ്റായ സമീപനം സ്വീകരിച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ, ശങ്കിച്ചു നിൽക്കാതെ നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ തേടിപ്പോയി, അല്ലെങ്കിൽ പുതിയ ബിസിനസ് പാർട്ട്നേഴ്സിനെ തേടിപ്പോയി.
അപ്പം നമ്മുടെ താല്പര്യമാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ, നമ്മുടെ വ്യാപാരത്തിന്റെ താല്പര്യമാണ് നമ്മുടെ താല്പര്യം. അതിൽ ശത്രുക്കളും മിത്രങ്ങളും സ്ഥിരമായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇന്നത്തെ ലോക വ്യവസ്ഥയുടെ യാഥാർത്ഥ്യമത. റൈറ്റ്, മടങ്ങി വരാം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, സ്വാഗതം. ഇവിടെ ഈ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ ട്രംപിന്റെ അധിക താരിഫ് ഭാരതത്തിനുണ്ടാക്കുന്ന ഒരു ആഘാതം സ്വാഭാവികമാണ്. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധവും അതിൻ്റെ ഒരു തോതും വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള കയറ്റുമതിയെ അത് ബാധിക്കാം, ആഘാതം ഉണ്ടായേക്കാം. പക്ഷേ രണ്ട് നീക്കങ്ങളുണ്ടായി ഇതിനിടയ്ക്ക്. US പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന്. എണ്ണ വാങ്ങും, അത് ഭാരതത്തിൻ്റെ താല്പര്യമാണെന്ന് പറയുകയും ഏറ്റവും ഒടുവിലിതാ വില കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു വീണ്ടും. രണ്ട്, GST മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിഫോംസ്, അതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതിഫലനം, റിപ്പിൾസ് ചെറുതല്ലല്ലോ, നിർമ്മാണ മേഖലയിൽ അടക്കം. എങ്ങനെ അങ്ങ് ഇത് നോക്കിക്കാണുന്നു? നമസ്കാരം. ഞാൻ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ പോലും അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു US-ഉമായി ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനൊരു സക്സസ്ഫുള്ളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ NDA ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ല എന്നുള്ളൊരു അക്വിസിഷൻ പോലെയാണ് എനിക്കത് മനസ്സിലാകുന്നത്. എനിവേ, അതൊരു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ നോൺ അലൈൻഡ് അല്ല. നമ്മൾ കുറേ കാലം മുമ്പ് നോൺ അലൈൻഡാണ്, നാം സമ്മിറ്റും മറ്റുമൊക്കെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു മൾട്ടി പോളാർ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് നമ്മൾ ആരുമായിട്ട് അലൈൻ ചെയ്യില്ല, അപ്പോൾ നമുക്ക് കൂട്ടുകാരാരുമില്ല. അങ്ങനെ കുറേ ആളുകൾ കൂടി എനിക്ക് തോന്നുന്നു യാസിർ അറാഫത്തും മറ്റും കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതല്ലാതെ നമുക്കൊരു സ്ട്രോങ് ആയിട്ട് നമുക്ക് അന്ന് റഷ്യയും US-ഉം വളരെ രണ്ട് സ്ട്രോങ് ഇതിലായിരുന്നപ്പോൾ നമ്മൾ ഇടയിൽ നിന്ന് ഇതിനെ നോൺ അലൈൻഡ് സമ്മിറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് യൂണിപോളറായി. അപ്പോഴും നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് നമ്മൾ എടുത്തില്ല. ഇന്ന് വളരെ ശക്തമായ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിപോളാറാണ്. നേരത്തെ ശ്രീ പത്മനാഭൻജി പറഞ്ഞതുപോലെ നമുക്കിന്ന് നമ്മുടെ ആവശ്യം, നമ്മുടെ രാഷ്ട്രമാണ് വലുത്. ആ രാഷ്ട്രത്തിലെ ആളുകളാണ് വലുത്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെ വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ കർഷകരും മത്സ്യബന്ധന തൊഴിലാളികളും പശുപാലകരും ഇവരെ കൈവിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ ഒരു ട്രേഡ് നെഗോസിയേഷൻ സാധ്യമല്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളൊരു എക്സ്പോർട്ട് ഡിപ്പെൻഡൻറ്റ് കൺട്രിയുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു 23% മറ്റോ ആണ് നമ്മൾ ഇവിടെ ഈ ടാരിഫ് ഇമ്പാക്റ്റിലെ ഏറ്റവും ലോവസ്റ്റ് ഇമ്പാക്റ്റഡ് 2 out of 10 ആണ്. നമുക്ക് ഏറ്റവും ലോ ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കൺട്രിയിൽ ഒന്ന് നമ്മളാണ്. ചൈന പോലും 4 ആണ് അവരുടെ ഇമ്പാക്റ്റ്. കാരണം അവരൊരു എക്സ്പോർട്ട് ഡിപ്പെൻഡൻസി കൂടുതലുള്ള കൺട്രിയാണ്. നമുക്ക് 23% മറ്റോ ഉള്ളൂ എക്സ്പോർട്ട് ഡിപ്പെൻഡൻസി ആയിട്ട് പറയുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി സെക്ടറൽ ഇമ്പാക്റ്റ് നമ്മളുണ്ടാവും. ആ സെക്ടറൽ ഇമ്പാക്റ്റിൽ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് February 1 മുതൽ തുടങ്ങിയ ഒരു ആക്ടിവിറ്റിയാണ്. ഈ February 1 നമ്മൾ 12 ലക്ഷം രൂപയാക്കിയപ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ഒരു അൺലോക്കിംഗ് അല്ലെങ്കിൽ ഈ പുട്ടിങ് ദ മണി ഇൻ ദ പോക്കറ്റ് ദ പീപ്പിൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇൻകം ടാക്സിൻ്റെ ഒരു ഇളവ് അനുവദിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ശക്തമായ രീതിയിൽ അതിൻ്റെ GDP വർധനവും മറ്റുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെയുള്ള നമ്മുടെ പെർഫോമൻസും വളരെ വളരെ ശ്ലാഘനീയമായ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ നിർമ്മല സീതാരാമൻജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് ട്രംപ് ടാരിഫ് കാരണം മാറ്റിയ ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നത് ഒരു കോയിൻസിഡൻ്റലായിരുന്നു. എത്രയോ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങും സ്റ്റേറ്റ്സുമായിട്ടുള്ള ചർച്ചയും മറ്റും കഴിഞ്ഞിട്ട് ഇത് വളരെ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ ഒരു പരിണത ഫലമാണ്. ഒരു കോയിൻസിഡൻസ് വന്നു. ഈ ട്രംപിൻ്റെ ടാരിഫ് വന്നപ്പോഴത്തേക്ക് ഒരു പക്ഷേ കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ കുറേ കൂടെ ഈസിയറായി അല്ലെങ്കിൽ ബെറ്ററാക്കി. അവിടെ നിന്നാണ് നമ്മൾ ഈ എഗെയിൻ അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ പറയുന്ന ഏതാണ്ട് 1.0. ഈ ഇൻകം ടാക്സിൻ്റെ മൾട്ടിപ്ലയർ 1.01 ആണെങ്കിൽ ഈ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ മൾട്ടിപ്ലയർ ഏതാണ്ട് 1.08 ആണ്. അപ്പം
നാച്ചുറലി ഇതൊരു കമ്പൈൻഡ് എഫേർട്ടിൽ നമ്മുടെ എക്കോണമിയിൽ ഡൊമസ്റ്റിക് കൺസംഷനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള 2 മെത്തഡോളജീസ് വന്നു. ഇതൊന്നും ട്രംപിൻ്റെ ടാരിഫ് വന്നിട്ടല്ല. അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇന്ന് കാണുന്ന ആ ട്രിപ്പിൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തിൻ്റെ ഉള്ള എക്കണോമിക് ഇമ്പാക്റ്റ് പറയാം. ഇന്ന് ഡിഫൻസിൻ്റെ ചൈനയുടെ വെടിക്കോപ്പുകളും മറ്റുമൊക്കെ ഒരു 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 ആക്ച്വൽ ഷോ ഓഫ് സ്ട്രെങ്ത്തിൽ പെർഫോം ചെയ്തില്ല. ഭാരതത്തിൻ്റെ ഈവൻ ഇൻഡിജിനസ് ടെക്നോളജി വളരെ ശക്തമായി പെർഫോം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഡിഫൻസിൻ്റെ വാസ്തവം പറഞ്ഞാൽ ഉള്ള എക്സ്പോർട്ട് ഓർഡേഴ്സ് വളരെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. അതിന് നമുക്ക് ആക്ച്വലി ക്യൂ നിൽക്കുകയാണ് ആളുകൾ. ഈ പറയുന്ന ആകാശ് തീർ ആണെങ്കിലും നമ്മുടെ ഡ്രോൺസ് ആണെങ്കിലും ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ ആണെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു എക്കണോമിക് ആംഗിളിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് സെക്ടറലായിട്ടുള്ള ഡാമേജസ് ഉണ്ടാകും. നമുക്ക് ഈ പറയുന്ന നേരത്തെ ടെക്സ്റ്റൈൽ സെക്ടറിലാണെങ്കിലും ജെംസ് ആൻഡ് ജ്വല്ലറിയിലാണെങ്കിലും ഒരു പക്ഷേ ഈ ഷ്രിംപ് എക്സ്പോർട്ട് അങ്ങനെയുള്ള ഈ സീ ഫുഡ് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഡിക്ലൈൻ വരുമെങ്കിലും വേറെ ചില സെക്ടേഴ്സ് ഇതിനെ താങ്ങി നിർത്തും ആസ് എ ഹോൾ, രാഷ്ട്രം ഒന്നിച്ചെന്നുള്ള നിലയിൽ. അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ UK ഇന്ത്യ FTA നമ്മൾ നടപ്പാക്കുന്നു. 99% ഓഫ് ദ ഇന്ത്യൻ ഗുഡ്സ് എക്സ്പോർട്ടഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ബൈ UK ടാക്സ് ഫ്രീ ആയിട്ടാണ്, ടാരിഫ് ഫ്രീ ആയിട്ടാണ്. അപ്പം ഇത് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ പർച്ചേസിങ് പവർ കൂടുമ്പം ഇവിടെ തന്നെ വിറ്റഴിക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. കാഷ്യൂ നട്ട് പണ്ട് ഇവിടെ നമ്മളൊരു സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ മാത്രം വിറ്റുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ്. ഇന്നങ്ങനെ അല്ല. ഇവിടുത്തെ ഇമ്പോർട്ട് ചെയ്യുന്ന റോ നട്ട്സിനെ ആക്ച്വലി ഈക്വലൻ്റ് എമൗണ്ട് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. കൺസംഷൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കൂടുതലാണ് ഈ കാഷ്യൂൻ്റെ. അപ്പം ഒരു നിലവാരം കൂടി നമ്മുടെ ഒരു ഏതാണ്ട് 40-45 കോടി വരുന്ന ആ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതിൻ്റെ വളരെ ശക്തമായ പർച്ചേസിങ് പവറും അതിൻ്റെ കൂട്ടത്തിൽ GST 2.0 3 സെഗ്മെന്റിൽ ഇമ്പാക്ട് ചെയ്തു. അതായത് വളരെ അത്യാവശ്യ സാധനങ്ങൾ. രഞ്ജിത്ത് കാർത്തികേയൻ, നമ്മുടെ GST ഇമ്പാക്റ്റിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ TG മോഹൻദാസ് നമുക്കൊപ്പം ചേരും. ശ്രീ TG മോഹൻദാസ്, ഇതിൽ കോൺഗ്രസ് ഉന്നയിച്ച ചില വിമർശനങ്ങളൊക്കെ ഉണ്ട് ഭാരതത്തിൻ്റെ ഏറ്റവും പുതിയ നയതന്ത്ര നീക്കത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആശങ്കകളുണ്ട്. അതിലേക്ക് ഞാൻ പറയും. പക്ഷേ അതിനു മുമ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പ്രധാനമന്ത്രിയുടെ ഷാങ്ഹായ് ഉച്ചകോടിയിലെ സന്ദർശനത്തിനിടയിൽ സംഭവിച്ചു. സായ് ചി എന്ന് പറയുന്ന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ വലം കൈ എന്ന് പറയാവുന്ന, മാൻ ഫ്രൈഡേ എന്ന് പറയാവുന്ന, അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരുടെ പൊളിറ്റ് ബ്യൂറോയിലെ സെക്രട്ടറി എന്ന പദവി വഹിക്കുന്ന, അതിനും അപ്പുറം ഒരു കാര്യം, ഒരു ടാസ്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഏൽപ്പിക്കുന്ന ഷായ് ചിയോട് പ്രസിഡന്റ് ഷീ പറഞ്ഞു, പ്രത്യേകം പ്രധാനമന്ത്രി മോദിയെ കാണണം, അദ്ദേഹത്തിന് വിരുന്നൊരുക്കണം. വിരുന്ന് എന്ന് പറയുന്നത് ഒരു നയതന്ത്ര രംഗത്ത് ഞാൻ അങ്ങയോട് പറയേണ്ട കാര്യമില്ല, സൽക്കാരമല്ല. അപ്പോൾ പ്രത്യേകമായൊരു കൂടിക്കാഴ്ച. നമുക്കറിയാം സായ് ചി എന്ന് പറയുന്ന ഈ പവർ ഹൗസിനെ കാണാൻ വിദേശ നയതന്ത്ര പ്രതിനിധികൾ ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാഴ്ചയാണ്. പക്ഷേ ഈ ഒരു മീറ്റിംഗ്, ഷീ മുൻകൈയെടുത്ത് നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ച, ഒബ്സർവേഴ്സ് പറഞ്ഞിരിക്കുന്നത് സീസ്മിക് വേവ്സ് ആണ് അവിടുത്തെ നയതന്ത്ര മേഖലയിൽ ഉണ്ടായത്. ഇനി ഒരു പക്ഷേ ഇന്ത്യ ചൈന ബന്ധത്തിനെതിരെ നിൽക്കുന്നവർ ആരെങ്കിലും ചൈനയിലുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ളൊരു സന്ദേശമാണ് പ്രസിഡന്റ് ഷീ സീരിയസ് ആണ്, ഭാരതവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്നും. ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന വിഷ്വൽസിൽ ഈ ദൃശ്യങ്ങളിൽ പുഞ്ചിരിക്കുന്ന ഒരു സായ് ചിയാണ് കാണുന്നത്. അതേപ്പറ്റി പറയുന്നത് ഒരിക്കലും പുഞ്ചിരിക്കാത്ത ഒരാളാണെന്ന്, എളുപ്പത്തിൽ കാണാൻ കിട്ടാത്ത ഒരാളും എന്നാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസും ചൈനയുമായിട്ടുള്ള ഒരു പക്ഷേ ഹാൻഡ് ഷേക്ക് ഓഫ് ദ ഡെക്കേഡ് എന്ന് പറയുന്ന ആ ഒരു കൂടിക്കാഴ്ചയുടെയും ആ നീക്കത്തിൻ്റെയും ഒരു പ്രസക്തി, പ്രാധാന്യം, ശ്രീ TG. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്ത ഒരു മെസ്സേജാണ് ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്ന്. ഈ ചായ് ചി എന്ന് പറയുന്ന മനുഷ്യൻ ഷീ ജിൻപിങ്ങിന്റെ വലങ്കയാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഷീ ജിൻപിങ്ങിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ട്. പക്ഷേ ഈ മനുഷ്യൻ ആരെയും കാണാൻ സമ്മതിക്കില്ല, വിദേശത്തു നിന്നുള്ള ആരെയും അദ്ദേഹം കാണില്ല. അംബാസഡർമാരൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ പുള്ളി അതിനൊക്കെ വിസമ്മതിക്കും.
ഇത്തവണ ഷീ ജിൻപിങ്ങിന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് മോദിക്ക് ഒരു ബാങ്കറ്റ് കൊടുക്കണം, എന്നിട്ട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ചായക്ക് ബാങ്കറ്റ് തയ്യാറാക്കിയെങ്കിലും മോദി അതിന് പോയില്ല. മോദി പറഞ്ഞു, എനിക്ക് ഡിന്നറും ബാങ്കറ്റും ഒന്നും വേണ്ട, നമുക്ക് തമ്മിൽ കാണാം. കാരണം ഈ മോദി വലിച്ചുവാരി ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹം നോക്കണം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വ്രതമാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം കുടിക്കും, എത്ര വലിയ ഡിന്നറാണെന്ന് പറഞ്ഞിട്ട്. ആ ചിട്ട അദ്ദേഹം ചൈനയിലും പാലിച്ചു. ഡിന്നറൊന്നും വേണ്ട, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഈ സംസാരം നടന്നു എന്നുള്ളത് പോളിറ്റ് ബ്യൂറോയിലെ മറ്റ് മെമ്പർമാർക്കും ഡൗൺ ദ ലൈൻ ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ പോകും. അപ്പൊ ഇവര് ഈ ഗ്ലോബൽ ടൈംസിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഭാരതത്തെ ബുദ്ധിമുട്ടിക്കുന്ന ചില വാർത്തകൾ പുറത്തുവിടുക, ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ സ്വഭാവക്കാരാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഗ്ലോബൽ ടൈംസിൽ വാർത്ത വരാറുണ്ട്, ഭാരതത്തെ മോശപ്പെടുത്തി കാണിച്ചുകൊണ്ട്. അങ്ങനത്തെ വാർത്തകൾ ഇനി വേണ്ട, ആ കാലം കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജാണ് ഷീ ജിൻപിങ് കൊടുത്തതായിട്ട് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ സീരിയസ്ലി ഞങ്ങൾ ഫ്രണ്ട്സ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ആയിട്ടില്ല ഇപ്പോഴും കേട്ടോ, ഫ്രണ്ട്സായി എല്ലാം ശരിയായി എന്നുള്ള രീതിയല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ SCO മീറ്റിങ്ങിന്റെ സൈഡ് ലൈൻസിൽ ചൈന പറഞ്ഞു, ബോർഡർ ഡിസ്പ്യൂട്ട്, നമ്മളുടെ ഈ ഗൽവാൻ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ട്രേഡ് ബന്ധങ്ങളെ പറ്റി സംസാരിക്കാം. അതിന് മറുപടിയായിട്ട് അപ്പം തന്നെ നമ്മളുടെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് പത്രക്കുറിപ്പ് ഇറങ്ങി, അതിർത്തിയിലെ ഡിസ്പ്യൂട്ട് നിലനിർത്തിക്കൊണ്ട് സംസാരമില്ല, ഈ ട്രേഡും അതിർത്തിയിലെ വഴക്കും ഒരുമിച്ച് പോവില്ല, എല്ലാം കൂടെ സെറ്റിൽ ചെയ്യണം, അല്ലാതെ ഞങ്ങൾക്കതിന് സമ്മതമല്ല എന്ന് പബ്ലിക്കായിട്ട് റിപ്ലൈ കൊടുത്തു. അപ്പോൾ മോദി ഈ ടിയാൻജിനിൽ ഉള്ളപ്പോഴാണ് വിദേശകാര്യ വകുപ്പിന്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ടഫായിട്ടാണ് നമ്മൾ ചൈനയുമായിട്ട് നിൽക്കുന്നത്. പലരും വിചാരിക്കുന്നത് അമേരിക്കയെ പേടിച്ചിട്ട് ഓടിപ്പാഞ്ഞ് നമ്മൾ റഷ്യയുടെ വീട്ടിലേക്കും ചൈനയുടെ വീട്ടിലേക്കും ഒക്കെ കയറി. അങ്ങനെയൊന്നും അല്ല. അഭയാർത്ഥിയായിട്ട് രക്ഷിക്കണ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല മോദി അവിടെ പോയത്. അതൊന്നുകൂടെ ഉറപ്പിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, മോദി ആദ്യം ജപ്പാനിൽ പോയിട്ട് ജപ്പാന്റെ ബദ്ധശത്രുവായ ചൈനയിലേക്ക് പോയി. ചൈനയ്ക്ക് അതൊന്നും ഒരു മെസ്സേജ് ആയിരുന്നു, ഞാൻ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് അഭയം തേടി വരുന്നവനല്ല, എനിക്ക് സുഹൃത്തുക്കൾ ഇഷ്ടം പോലെയുണ്ട്, അതുകൊണ്ട് ഈക്വൽ ടേംസിൽ കാര്യങ്ങൾ സംസാരിക്കാമെങ്കിൽ മാത്രം നമുക്ക് സംസാരിക്കാം, അതല്ലെങ്കിൽ ചായ കുടിച്ച് പിരിയാം. ഇതായിരുന്നു മെസ്സേജ്. അപ്പൊ അത് സ്വന്തക്കാര് കൂടെ അറിയിക്കണമല്ലോ. ഷീ ജിൻപിങ്ങിനെ പലരും വന്ന് കാണാറുണ്ട്, അവരെയൊക്കെ പാർട്ടി മാനിക്കണമെന്നൊന്നുമില്ല. ഇത്തവണ ഷീ ജിൻപിങ് തീരുമാനിച്ചു, പാർട്ടിയും നരേന്ദ്രമോദിയെ മാനിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തി ലേഖനമൊന്നും എഴുതണ്ട, പക്ഷേ ഭാരതത്തെ കൊച്ചാക്കിയോ നരേന്ദ്രമോദിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്തോ ഉള്ള കലാപരിപാടികൾ നിർത്തിവെക്കുക എന്നുള്ള മെസ്സേജാണ് ഈ ചായ് കീയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ കൊടുത്തത്. ഒരു ചോദ്യം കൂടി, ചെറുതായി ഒരു പ്രതികരണം, കാരണം ഇനിയിപ്പോൾ ഒരുപക്ഷെ ഹരിവരാസനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഒരു വിമർശനം ഉന്നയിച്ചു. ഒന്ന്, ആദ്യം നമ്മൾ US-മായി വല്ലാതെ അടുക്കുന്നു, നമ്മൾ US പക്ഷത്താണെന്നുള്ളൊരു സൂചന കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ചൈനയുമായി കൈകോർക്കുന്നു, ചൈനയ്ക്കൊപ്പമാണ് ധാരണ വരുന്നു. ചൈനയെ സൂക്ഷിക്കണം, ചരിത്രം അതാണ് ഓർമ്മിപ്പിക്കുന്നത്, ചൈന ചതിച്ച ചരിത്രമുണ്ട് എന്നുള്ള അങ്ങയുടെ പ്രതികരണം. അതെ, കോൺഗ്രസിന് ഈ സിറ്റുവേഷൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. വളരെ വോളറ്റൈലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, പ്രത്യേകിച്ച് ട്രംപിന്റെ ബിഹേവിയർ കൊണ്ടുണ്ടാകും. രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് വേറൊന്ന് പറയും, വൈകുന്നേരം മൂന്നാമതൊന്ന് പറയും. ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? 3.5 കൊല്ലം കൂടെ ഈ മനുഷ്യനെ സഹിച്ചല്ലേ പറ്റുള്ളൂ. അമേരിക്കയുടെ പ്രസിഡന്റാണ്, ചില്ലറ കളിയാണ്. 30 ട്രില്യന്റെ എക്കോണമിയാണ് അമേരിക്ക, നമ്മൾ 4 ട്രില്യൺ. അപ്പൊ നമുക്ക് ഈ സ്റ്റീപ്പായിട്ട് നമ്മൾ ടേൺ അടിച്ച് ഇങ്ങനെ ഹെയർപിൻ ബെൻഡ് ഇറങ്ങുമല്ലോ, ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് പോകും, ഇമ്മീഡിയറ്റ് തിരികെയുള്ള ഡയറക്ഷനിൽ വരും. അപ്പൊ ഇവർ ചോദിക്കും, കുറച്ച് മുമ്പ് മുന്നോട്ട് പോകുന്നു, ഇപ്പൊ പുറകോട്ട് പോകുന്നു, ഇത് വീണ്ടും മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പല ടേൺ അടിക്കേണ്ടി വരും. സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് നമുക്ക് മാറിയല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇതെന്താ പെർമനന്റ് കല്യാണം കഴിച്ചിരിക്കുകയാണ് നമ്മൾ അമേരിക്കയെ, ഒരു കാരണവശാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അഗ്നിസാക്ഷിയായിട്ട് കല്യാണം കഴിച്ച ഭാര്യയൊന്നും അല്ലല്ലോ. നമുക്കൊരു ലിവിങ് റിലേഷനാണ് എല്ലാ രാജ്യങ്ങളുമായിട്ടും. നമ്മളുടെ ആവശ്യത്തിന് നമ്മളവരെ ഉപയോഗിക്കും, അവരുടെ ആവശ്യത്തിന് അവർ നമ്മളെ ഉപയോഗിക്കും, ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും.
ഇതൊക്കെയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിടയ്ക്ക് നടക്കുന്നത്. നമ്മളിങ്ങനെ സത്യവാൻ സാവിത്രിയായിട്ട് കഴിയുന്നത് തെറ്റാണ്. അങ്ങനെ കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് മുന്നേറാൻ പറ്റാഞ്ഞത്. ഡൈനമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ലോകത്ത് വരുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. നാളെ നമ്മൾ അമേരിക്കയുടെ വിളിക്കും, സൗത്ത് ആഫ്രിക്കയെ വിളിക്കും, ബ്രസീലിനെ വിളിക്കും, നമുക്ക് തോന്നിയവരെയൊക്കെ നമ്മൾ വിളിക്കും, നെഗോഷിയേറ്റ് ചെയ്യും, നമ്മുടെ കാര്യം നടക്കും. ഇത്രയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് നിർത്തിയിട്ടില്ലല്ലോ. അതൊരു കൺസിസ്റ്റന്റ് സ്റ്റാൻഡല്ലേ. നാളെ അത് നിർത്തുന്നതാണ് നമുക്ക് ലാഭം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് നിർത്തും. നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങും, അൾജീരിയയുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എല്ലാ സ്ഥലത്തും എണ്ണ വാങ്ങാൻ. ഹരിവരാസനം. ശ്രീ പി ജെ വിൻസെന്റ് മാഷിലേക്ക്. പി ജെ വിൻസെന്റ് മാഷ്, കോൺഗ്രസ് പ്രതിനിധിയുടെ ആശങ്ക, അതിനോട് അങ്ങയുടെ ഒരു പ്രതികരണം. ചൈനയെ വിശ്വസിക്കാനാകുമോ? ഈ ചാണക്യ സൂത്രം, അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്: ആരെയും വിശ്വസിക്കരുത്, ആരെയും അവിശ്വസിക്കുകയും വരുത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അടിസ്ഥാനപരമായ പ്രമാണവും അത് തന്നെയാണ്. നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെടുമ്പോൾ ഒരു രാജ്യത്തിനും പൂർണ്ണമായി അടിപ്പെട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൂർണ്ണമായി ശത്രുപക്ഷത്തോ നിർത്തിക്കൊണ്ട് രാജ്യാന്തരീയ ബന്ധങ്ങൾ അസാധ്യമാണ്. ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും നല്ല പാഠം 1950കളിൽ ഇന്ത്യ കണ്ണും പൂട്ടി ചൈനയെ സ്നേഹിച്ചു, വിശ്വസിച്ചു എന്നുള്ളതാണ്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമായിരുന്നില്ല, രണ്ട് ജനതകൾ തമ്മിലും വളരെ അടിയുറച്ച ബന്ധമുണ്ടായിരുന്നു. 1962 അത് പൊളിഞ്ഞല്ലോ. കാരണം രാജ്യാന്തരീയ ബന്ധങ്ങളിൽ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം മൾട്ടിപോളാറായി മാറിയ സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യങ്ങളുണ്ട്. ചൈനയുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഇരു രാജ്യങ്ങളും സഹകരിച്ച് ഒരുമിച്ച് വികസനത്തിൻ്റെ പാതയിൽ മുന്നേറാനുള്ള അനന്ത സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏത് ചെകുത്താനുമായിട്ടും ഡീൽ ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? അപ്പോൾ അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. അതേസമയം ലോകം മൾട്ടിപോളറായി മാറുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് അമേരിക്ക, യൂറോപ്പ് ലോകത്തെയാണ്. അവിടെ നാറ്റോ എന്ന സൈനിക സഖ്യം ഇപ്പോഴും നിലവിലുണ്ട് എന്നും അതിപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ കാണണം. ഇപ്പോൾ 2024 സ്വീഡൻ കൂടി അംഗമായതോടുകൂടി 32 രാജ്യങ്ങൾ അംഗമായ ഒരു സൈനിക സഖ്യമാണ് നാറ്റോ. അതിലേതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള അക്രമമായി കണക്കാക്കുകയും അതിനെതിരെ നാറ്റോ സൈനിക സഖ്യം ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെതിരെ റഷ്യ നിലപാടെടുക്കുകയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാതൽ, അതിൻ്റെ സെൻട്രൽ പോയിന്റ് നാറ്റോ അംഗത്വമാണല്ലോ. അതുകൊണ്ട് ലോകം സാമ്പത്തികമായി അങ്ങേയറ്റം ഇൻ്റഗ്രേറ്റഡായി നിലനിൽക്കുമ്പോഴും സൈനിക സഖ്യം എന്ന നിലയിൽ നാറ്റോ ലോകത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മൾട്ടിപോളാറായി ലോകം മാറി, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും തന്ത്രപരമായി നാറ്റോ സഖ്യവും അമേരിക്ക അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന അമേരിക്കയാണ്. അത് ശക്തമായി അവിടെ നിലനിൽക്കുന്ന കാലത്തോളം മറ്റ് രാജ്യങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. റഷ്യയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. അത് ഇന്ത്യക്ക് കൂടി ബാധകമാണ്. ഇന്ത്യക്ക് കൂടി ബാധകമാണെന്ന് പറയാൻ കാരണം ഒരു സൈനിക ശക്തി എന്നത് സൈനിക സഖ്യം എന്നത് സാമ്പത്തികമായിട്ടോ തന്ത്രപരമായോ യാതൊരു ബന്ധവുമില്ലാതെ നിലനിൽക്കുന്ന ഒന്നല്ല. അത് സാമ്പത്തിക രംഗത്തും നയതന്ത്ര രംഗത്തും തന്ത്രപരമായ ബന്ധങ്ങളിലെല്ലാം അതിൻ്റെ പ്രതിഫലനമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദീർഘകാലത്തേക്കുള്ള ഒരു തന്ത്രം മെനയിൽ പരിഗണിക്കുമ്പോൾ ഇന്ത്യക്കും അത് ബാധകമായി വരും. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിർത്തി രാജ്യങ്ങൾ എന്ന നിലയിൽ ചൈനയുമായിട്ട് സഹകരിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് വളരെ ആശാവഹമാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതേസമയം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധമായിരുന്നു ഇന്ത്യയുടെ സംഘർഷത്തിൻ്റെ കാതലായിട്ട് നിന്നിരുന്നത്. കാരണം ചൈനയും പാകിസ്ഥാനും, ചൈനയുടെ ഒരു വാസൽ സ്റ്റേറ്റ് ആയിട്ട് പാകിസ്ഥാൻ നിൽക്കുകയും പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യയിലേക്ക് ടെററിസ്റ്റുകളെ കടത്തി വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമീപനത്തിൽ നിന്ന് ചൈന പിന്നോട്ട് പോയി ഭീകരവാദത്തെ പൊതുശത്രുവായി കാണുവാനും ഇന്ത്യ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി. ബാക്കിയുള്ളത് അതിർത്തി തർക്കമാണ്. അത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. കൊളോണിയലിസത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള മൻമോഹൻ ലൈനും അതിർത്തി തർക്കവുമാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ബൗണ്ടറി ഇന്ത്യയും ചൈനയും തമ്മിലില്ല, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണുള്ളത്. അവിടെ നിരന്തരമായ ഡിപ്ലോമസിയിലൂടെ, ചർച്ചയിലൂടെ തന്നെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത്. ആ പ്രശ്നം പരിഹരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചൈന എപ്പോഴും
സ്വീകരിക്കുന്ന ഒരു സമീപനം 2 steps ഫോർവേഡ് 1 steps ബാക്ക്വേർഡ് എന്നാണ്. 2 സ്റ്റെപ്പ് മുന്നോട്ട് വരും, എന്നിട്ട് ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ അവൻ 1 സ്റ്റെപ്പേ പിന്നോട്ട് പോകുള്ളൂ. ആ 1 സ്റ്റെപ്പ് അവൻ്റെ കയ്യിലാകും. ഇത്തരത്തിലുള്ള ഒരു സമീപനം ചൈനയ്ക്കുണ്ട്. പക്ഷെ അതുകൂടി മുൻകൂട്ടി കണ്ട് ചൈനയെ ഡീല് ചെയ്യണം. അതല്ലാതെ തൊട്ടവരെ തൊടില്ല എന്ന് പറഞ്ഞാൽ ഇന്നയാളെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരുമായിട്ട് ബന്ധമില്ല, ഇന്നയാളെ നമ്മളങ്ങ് കണ്ണും പൂട്ടി വിശ്വസിച്ചേക്കാം എന്ന രീതിയിലുള്ള ഒരു സമീപനം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യാന്തരീയ ബന്ധങ്ങളിൽ അത് കരണീയമായിട്ടുള്ള ഒന്നല്ല. അവിടെ നമ്മൾ എറ്റേണൽ ഇൻട്രസ്റ്റ് ആണുള്ളത്. ആ ഇൻട്രസ്റ്റ് നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് മാത്രമല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി നമുക്കിനി കഷ്ടിച്ച് 20 മിനിറ്റ് മാത്രമാണ് ഈ ചർച്ചയിൽ ബാക്കിയുള്ളത്. എനിക്ക് പെട്ടെന്ന് ശ്രീ സേനാപതി വേണു വളരെ ചുരുക്കി പ്രതികരിക്കണം. അങ്ങ് മറുപടി പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വളരെ രൂക്ഷമായ ഭാഷയിൽ രാഹുലിന് മറുപടി നൽകിയിരിക്കുകയാണ്. സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയി ഒരു സാമ്പത്തിക അവലോകനം പോലും നടത്താൻ കഴിയാതെ മറ്റാരുടെയോ വാക്കുകൾ കടമെടുത്ത് പ്രയോഗിക്കുകയാണ് രാഹുൽ ചെയ്തത് എന്നുള്ളതാണ്. ഈ ഡെഡ് എക്കോണമി എന്നുള്ള കോൺഗ്രസിന്റെ തിയറിക്ക് ആധാരം എന്താണ്? വളരെ പെട്ടെന്ന്. അല്ല, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഇപ്പോ ഇന്ത്യയുടെ പുതിയ വിദേശ നയവും അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവയും അതിൽ ഇന്ത്യക്കുണ്ടാകുന്ന ഇമ്പാക്റ്റും നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം. ചർച്ച വല്ലാതെ കാട് കയറിപ്പോയി. TG മോഹൻദാസിനെ പോലെ ഒരാൾ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയെ അദ്ദേഹം നേരിട്ട് കണ്ടു. അദ്ദേഹമാണ് അതിന്റെ ദ്വിഭാഷി എന്ന നിലയിലുള്ള വിവരണമാണ് അദ്ദേഹം ഇവിടെ ശ്രീ സേനാപതി വേണു, അങ്ങയുടെ നേതാവ് പത്രം വായിച്ചില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവർ പത്രവും മറ്റ് മാധ്യമങ്ങളും വായിക്കുന്നവരാണ്. അത്തരം ഒരു പരിഹാസം വേണ്ട. ഞാനും വായിച്ചത് ഓൺലൈനായിട്ടാണ്. താങ്കളുടെ പത്രം അല്ലെങ്കിൽ താങ്കളെ സ്പോൺസർ ചെയ്യുന്ന പത്രങ്ങൾ അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയുള്ള ഒട്ടനവധി പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ദ്വിഭാഷിയായി TG മോഹൻദാസിന് പോയതിൻ്റെ ഇടയ്ക്ക് ഇരിക്കേണ്ട കാര്യമില്ല. വായിക്കാൻ അറിയാമെങ്കിൽ സാമാന്യ ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഞാനും അങ്ങനെ തന്നെയാണ് വായിച്ച് മനസ്സിലാക്കിയത്. അങ്ങ് ഓൺലൈനിൽ പോയിട്ട് ഒറ്റ കാര്യം മതി, ഷായ് ചി മീറ്റ്സ് മോദി എന്നൊന്ന് ഗൂഗിൾ ചെയ്താൽ അങ്ങേക്ക് കിട്ടും. തുടരാം. അല്ല, അതിന്റെ അകത്ത് എന്താണ് അവർ സംസാരിച്ചിരുന്നുള്ള വിഷയമൊന്നും അതെല്ലാം താങ്കളെ വിളിച്ച് പറയണമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. TG മോഹൻദാസ് പറഞ്ഞത് TG മോഹൻദാസിന്റെ അഭിപ്രായം. അങ്ങയുടെ നേതാവ് പറഞ്ഞ മണ്ടത്തരത്തോട് പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രതികരിക്കാം. അതല്ലാതെ പത്രം വായിക്കുന്നവരെയും മാധ്യമങ്ങൾ കാണുന്നവരെയും രാജ്യാന്തര വിഷയങ്ങൾ ഫോളോ ചെയ്യുന്നവരെയും പരിഹസിച്ച് മുന്നോട്ട് പോയിട്ടല്ല. അങ്ങേക്ക് മറുപടിയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ നേരെ ശ്രീ ശ്രീപത്മനാഭനിലേക്ക് പോവുകയാണ്. ശ്രീ ശ്രീപത്മനാഭൻ, ഈ കോൺഗ്രസിന്റെ ഒരു മുന്നറിയിപ്പിലുള്ള മറുപടിയാണ് അങ്ങ് പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ് ശ്രീ PJ വിൻസെന്റ് മാഷ് പറഞ്ഞത്. സ്ഥായിയായ ശത്രുക്കളില്ല, മിത്രങ്ങളില്ല, അതാത് സമയത്ത് കണ്ണുംപൊട്ടി വിശ്വസിക്കേണ്ടതില്ല, നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാമെന്ന് ശ്രീ ശ്രീപത്മനാഭൻ. അല്ല, പ്രദീപിന്റെ ഒരു ചർച്ചയിലെ നിലപാട് ഇതാണ് എങ്കിൽ ഐ എം വൈൻഡിങ് അപ്പ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങയോട് അങ്ങയുടെ അഭിപ്രായം, അങ്ങയുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ പറയുമ്പോൾ അങ്ങ് വന്നിരുന്നിട്ട് TG മോഹൻദാസ് അവിടെ ദ്വിഭാഷിയായി പോയിരുന്നു, ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്, അത്രേ ഉള്ളൂ. അങ്ങേക്ക് മറുപടി പറയണമെങ്കിൽ പറയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ പറയാം. അങ്ങേക്ക് ഉത്തരമില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരാൾ ഇപ്പൊ നമ്മുടെ ഒപ്പം ചർച്ചയിലില്ല. മറുപടി പറയാൻ നമ്മുടെ ചർച്ചയിലില്ല. അദ്ദേഹത്തെ കയറി പരിഹസിക്കാത്ത കാര്യമൊന്നുമില്ല. ദുഭാഷിയായിരുന്നോ, അതിന് സാക്ഷ്യം വഹിച്ചിരുന്നു. അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയണം. അങ്ങേക്ക് മറുപടി ഉണ്ടോ? അങ്ങേക്ക് മറുപടി ഉണ്ടോ? സമയമില്ല, ആകെ 14 മിനിറ്റേ ബാക്കിയുള്ളൂ. മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടോ ശ്രീ സേനാപതി വേണു? ചർച്ചയിൽ പങ്കെടുക്കാനാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആരെങ്കിലും വെക്കിട്ട് കയറാൻ ചോദിക്കണമല്ലോ. അപ്പൊ സോറി, വേണ്ട, എന്റെ ചർച്ച കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഞാൻ കേൾക്കാം. നിങ്ങൾ ആളെ പരിഹസിക്കാതെ മറുപടി പറയൂ. ശരി, അദ്ദേഹം പോയിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ഉത്തരം മുട്ടിയപ്പോൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് പലരും. ശ്രീ ശ്രീപത്മനാഭൻ. അല്ല, ഇതിലെന്താ അറിയോ, നമ്മള് ഒരു സംഗതി അടുത്ത ദിവസം സംഭവിച്ചു. ഞാൻ ഈ ഒരു സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലെങ്കിലും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അമേരിക്ക തീരുവ ഏർപ്പെടുത്തിയപ്പോൾ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ചെറിയൊരു ഇടിവുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം GST തീരുവകൾ ഏകീകരിച്ചതല്ല, 2 സ്ലാബിലേക്ക് മാറ്റി, 4 സ്ലാബ്. അപ്പോൾ വീണ്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ പൊന്തി വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളുടെ വ്യാപാര ശക്തിയെ വിദേശത്തു നിന്നും നിയന്ത്രിച്ച് അതിനെ ക്ഷീണിപ്പിക്കാനോ അതിനെ തകർക്കാനൊന്നും ആർക്കും സാധിക്കില്ല.
ആ പരീക്ഷണം നമ്മൾ കണ്ടതല്ല. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നു, നമ്മുടെ ഗവൺമെന്റ് അഡാനിക്ക് എന്താ പറയുക ഷെൽ കമ്പനികളെ സഹായിച്ചു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അഡാനിയുടെ ഷെയർ കുറച്ചു ദിവസം ഒന്ന് താഴോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പൊന്തി വന്നു. ഇതിങ്ങനെ ചില ഭീഷണികളോ ചില ചെറിയ നടപടികളൊക്കെ കുറച്ചു ദിവസമൊക്കെ ഒരു ചെറിയ ഒരു ചലനം ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ GST 2 സ്ലാബ് ആക്കിയപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇന്നൊക്കെ മേലോട്ടാണ്. അത് ഒരു സ്റ്റേബിളായി നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ്. അങ്ങനെ വല്ലാണ്ട് ഉയരുകയില്ല, വല്ലാണ്ട് താഴുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളേത് ഒരു സ്ട്രോങ് എക്കണോമിയാണ്, ഒരു ഫീബിൾ എക്കണോമി അല്ല. എവിടെയോ ഇരുന്നുകൊണ്ട് ആരോ എന്തോ പറയുകയോ അല്ലെങ്കിൽ ചില നടപടി എടുത്താൽ ഇതങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന സാധനമൊന്നുമല്ല. കാരണം അതിന്റെ ഒരു റീസൺ എന്താണ്? ഹൈ പർച്ചേസിംഗ് പവർ ഉള്ള ഒരു വലിയ മിഡിൽ ക്ലാസ് ഇന്ത്യയിലുണ്ട്. പണ്ട് ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരു ഫ്രൂട്ട് പ്രോഡക്റ്റ്, ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടില്ലായിരുന്നു, അതൊക്കെ പോവായിരുന്നു. ഇന്ന് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, അതിന് കിലോന് 1000 രൂപയാണ്. സാധാ പ്രോഡക്റ്റിന് 500-600 ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആളുകൾ ഞങ്ങൾക്ക് 1000ന്റെ എക്സ്പോർട്ട് ക്വാളിറ്റി മതി എന്ന് പറഞ്ഞ് അത് ചോദിച്ചു വാങ്ങുന്ന ഒരു എന്താ പറയാ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ മിഡിൽ ക്ലാസ് എത്തിയിരിക്കുകയാണ്. അപ്പോ അങ്ങനത്തെ ഒരു എക്കണോമിയെ പ്ലീസ് ഡോണ്ട് എന്താ പറയാ റിഡിക്യൂൾ, കളിയാക്കരുത്. നമ്മളെ അത് സ്വന്തം മുഖത്ത് കരിവാരി പുരട്ടുന്നതിന് തുല്യമാണ്. മാത്രമല്ല അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അപ്പോ നമ്മുടെ എക്കണോമി ഒന്ന് ശരിക്കും വിലയിരുത്തുക, നമ്മൾ എക്കണോമിയെ പറ്റി പഠിക്കുക. നമ്മളൊരു എന്താ പറയാ വളരെയധികം ഷോക്ക് അബ്സോർബേഴ്സ് ഉള്ള, അങ്ങനെയൊന്നും ആടി വലയാത്ത ഒരു 3-ാം ലോക മഹായുദ്ധമൊക്കെ സംഭവിച്ചാൽ എന്താ പറ്റിയത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇപ്പോ പാകിസ്ഥാനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായപ്പോൾ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ചലനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എല്ലാവരും കാണിച്ചാൽ നന്ന്. വി ആർ നോട്ട് എ വീക്ക് നേഷൻ, വി ആർ എ സ്ട്രോങ് നേഷൻ ഇൻ എവറി സെൻസ്. സാമ്പത്തികമായി, സൈനികമായി, എല്ലാ തരത്തിലും ഒരു ശക്തമായ രാജ്യമാണ് ഭാരതം എന്നൊന്ന് മനസ്സിലാക്കിയാൽ നന്ന് എന്നേ പറയാനുള്ളൂ. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. അവസാന റൗണ്ടിലേക്കായി ശ്രീ രഞ്ജിത്ത് കാർത്തികനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. കാര്യം അദ്ദേഹം പറഞ്ഞതിന്റെ തുടർച്ചയാണ് അങ്ങ് പറഞ്ഞത്. സംഘർഷം ഉണ്ടായിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ആ സംഘർഷത്തിന്റെ ഫലമായി നമ്മുടെ ഡിഫൻസ് പ്രോഡക്ട്സിന് ഡിമാൻഡ് കൂടി. ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് കാർത്തികനിലേക്ക് 2 കാര്യങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങിയതിന്റെ ഒരു സൂചനയാണ് ശ്രീ ശ്രീപത്മനാഭൻ പറഞ്ഞത്. ഈ ഏറ്റവും ഒടുവിലുണ്ടായി അങ്ങ് പറഞ്ഞ പോലെ കോയിൻസിഡൻസ് ആണ്, പക്ഷേ പുറത്ത് നോക്കുമ്പോൾ അവിടെ ട്രംപ് അങ്ങനെ കാണിച്ചു, നമ്മൾ ചൈനയെ മീറ്റ് ചെയ്തു, തിരിച്ചു വരുന്നു, നമ്മുടെ നിർമ്മല സീതാരാമന്റെ വക അടുത്ത സ്ട്രൈക്ക് എന്ന് തോന്നാമെങ്കിലും ഇത് വളരെ കാലക്കൂട്ടി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണെന്ന് അങ്ങ് പറഞ്ഞു. എന്ന് മാത്രമല്ല, വളരെ രസകരമായ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തുടങ്ങി വച്ച ഒരു സംഗതിയുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കാരണം നമ്മുടെ ഡിഫൻസ് പ്രോഡക്ട്സിനുണ്ടായിരിക്കുന്ന ഡിമാൻഡ്. 2, ഈ GST റിഫോംസ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു മെച്ചം. തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ് നിർത്തിയത് ഈ GSTയുടെ ഇത് നമ്മളൊരു ട്രിപ്പിൾ സ്ട്രൈക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് വന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് തുടങ്ങിയ ട്രംപിനുണ്ടായിട്ടുള്ള മാനസിക ആഘാതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വിഷമങ്ങളോ, അതായത് ഇതൊരു എനിക്ക് തോന്നുന്നില്ല വെറും എനിക്ക് നോബൽ സമ്മാനം വേണമെന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഡിഫൻസിനെ വളരെ ശക്തമായി ഇൻഡസ്ട്രിയെ ശക്തമായിട്ടൊന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഈ ഇന്ത്യയുടെ റഫാലിൻ്റെ ഇതിലാണെങ്കിലും S-400 കാര്യത്തിലാണെങ്കിലും എയർ ഡിഫൻസിൻ്റെ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇതെല്ലാം വളരെ വലിയ തോതിലുള്ള ഒരു ട്രേഡ് ഇമ്പാക്റ്റ്, ഡിഫൻസ് എക്യുപ്മെൻറ്റിലെ ട്രേഡ് ഇമ്പാക്റ്റ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇന്ന് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസിയിലുണ്ടായിട്ടുള്ള ഏതാണ്ട് 37% ഓഫ് ദ വെൽത്ത് അദ്ദേഹം മാറ്റി വെച്ചിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയിലാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അവരുടെ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ടുള്ള ചില ബിസിനസ് വ്യാപാര കാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത്. അപ്പം ഒരു കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ ഇൻസിഡൻസാണ് ഈ ട്രംപിന് ഒരു സമനില തെറ്റിയ രീതിയിൽ ഈ ടാരിഫ് കൊണ്ടുവന്ന് ചെയ്യാനൊക്കുന്നത്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ കോർട്ടിൽ ഈ ടാരിഫ് ലീഗലല്ല എന്നുള്ള വിധി നിലനിൽക്കുകയാണ്. എന്തായാലും അത് അപ്പീൽ സുപ്രീം കോടതിയിൽ വരുന്ന അവരെ സ്റ്റേയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഓയിൽ പർച്ചേസ് എന്നുള്ളത് മാത്രമല്ല,
അപ്പോൾ ഇതെല്ലാം അങ്ങനെ നടന്നോട്ടെ. അപ്പോൾ നമുക്ക് ഈ ചൈനയിൽ പോയിട്ടുള്ള ഒരു SCO മീറ്റിംഗ് ഉണ്ട്, ഒരു RIC എന്ന് പറയുന്നൊരു ഒരു കൂട്ടായ്മ നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട്, റഷ്യ, ഇന്ത്യ, ചൈന. ഇത് 1990s മുതൽ ഏതാണ്ട് 20 ടൈംസ് മിനിസ്റ്റീരിയൽ ഡിസ്കഷൻസ് കഴിഞ്ഞൊരു കാര്യമാണ്. 20 ടൈംസ്. എനിക്ക് ഒന്ന് പ്രിമക്കോ അങ്ങനെ എന്തോ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് 1990s മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അല്ലാതെ പെട്ടെന്ന് ഉടനെ ഈ ട്രംപ് ടാരിഫ് നടത്തി അതുകൊണ്ട് പെട്ടെന്ന് SCO ചൈനയുടെ വീട്ടിലേക്ക് ഓടി കയറി എന്നുള്ള രീതിയിലല്ല. വി ഹാവ് ബീൻ വെരി കെയർഫുള്ളി മാനേജിങ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഈ ഇൻകം ടാക്സ് പോലും ഒരു ഡിപ്രഷനിലേക്ക് പോകും, അങ്ങനെ ഒരു ട്രേഡിലൊരു ഇഷ്യൂ ഉണ്ടാകും. അതൊരു ടാരിഫ് രീതികളായിട്ട് മാത്രം എന്നുള്ളതല്ല, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള ഒരു അപ്രോച്ച് മുന്നോട്ട് കാണിച്ചുകൊണ്ട് ഇതൊരു മോഡലാണ്. ആ മോഡലിൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഇല്ല ഇതിനകത്ത്. ട്രേഡ് ഇസ് വാർ എന്ന് പറഞ്ഞാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് കെനിയയിലെ മിനിസ്റ്റീരിയൽ WTO അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആഫ്രിക്കയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാളൊരു പുസ്തകം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ട്രേഡ് ഇസ് വാർ. ഇനിയുള്ള കാലങ്ങളിൽ ഒരു ആക്ച്വൽ യുദ്ധമല്ല, ഇത് ട്രേഡ് കൊണ്ട് അതിനെ വെപ്പണൈസ് ചെയ്ത് കാണിച്ചത് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് ട്രംപ്. ഇത് നേരത്തെ പ്രെഡിക്റ്റഡ് ആണ്. ഏതാണ്ട് 2010 മറ്റോ പ്രഡിക്റ്റഡ് ആണ് ഈ ട്രേഡ് ആയിരിക്കും മാറുന്നത്. ഈ WTO പോലുള്ള വ്യാപാര സംഘടനയെ ഒരു ടൂത്ത്ലെസ് ആയിട്ട് മാറ്റി അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാച്ചുറലി ഈ പറയുന്ന പത്രം വായിക്കുകയും കോമൺ സെൻസായിട്ട് ആലോചിക്കുകയും ചെയ്യുന്ന ഏതൊരാളിനും ഇത് മനസ്സിലാക്കാം, ഭാരതത്തിനെ ഒരു റീഇൻഫോഴ്സ് ചെയ്യണം. അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നികുതി, അതായത് ഇൻറ്റേർണൽ എക്കോണമി സ്ട്രെങ്തൻ ചെയ്യണം നമ്മൾ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ 2014 മുതലുള്ള നമ്മുടെ ഒരു പോളിസി ചേഞ്ചസ് ഇതിനെ സഹായിച്ചിട്ടുണ്ട്. റൈറ്റ് ഫ്രം ജൻധൻ യോജന ഇന്ന് ഏറ്റവും വലിയ ഒരു ഡിജിറ്റൽ എക്കോണമി ആയിട്ട് മാറുന്നു. AI-യും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെ ഉള്ള ലെവലിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും വേൾഡ് ലീഡേഴ്സ് ഇന്ന് ഭാരതത്തിനെ കാണുന്ന ആ ഒരു റെസ്പെക്റ്റോടു കൂടിയാണ്. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വീക്ക് നേഷൻ, ഫ്രജൈൽ 5 എന്നുള്ളൊരു സിറ്റുവേഷനിലല്ല ഇന്ന് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആണെങ്കിലും പുട്ടിനാണെങ്കിലും അതുപോലുള്ള മറ്റുള്ള രാഷ്ട്ര തലവന്മാരെല്ലാം ഭാരതത്തിനെ ഒരു വലിയ ഒരു ഇതായിട്ട് കാണുന്നത്. 2, എന്തുകൊണ്ട് ചൈന, നമ്മളിവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ചൈന എന്തുകൊണ്ട് ഭാരതത്തിനെ ഒരു അംഗീകരിക്കുന്നത്. നമ്മളൊരു കാര്യം എപ്പോഴും മറക്കുന്നത്, ചൈന ഒരു ഡിക്ലൈനിങ് പോപ്പുലേഷനാണ്. ഏതാണ്ട് 2022 ആക്ച്വലി ചൈനയുടെ പോപ്പുലേഷൻ താഴോട്ട് പോയി, ഒരു ഡിക്ലൈൻ ഉണ്ടായി. ഇവരുടെ ഒരു ആവറേജ് ഏജ് 40 അടുത്തു. അപ്പോൾ ഈ പറയുന്ന 40 അടുത്ത ഒരു രാഷ്ട്രത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നതിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏതൊരു വലിയ ഇൻവെസ്റ്ററും നോക്കുന്നത് അവിടുത്തെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ്. അതാണ് പ്രധാനമന്ത്രി പലപ്പോഴും ആദ്യത്തെ മീറ്റിംഗോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോക്ക് സ്റ്റാർ ഷോ US പോയി ചെയ്യുമ്പോഴും ആദ്യം പറയുന്നത് 3 Ds ഉണ്ട്, ഡെമോക്രസി, ഡെമോഗ്രാഫി ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞ് ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ എക്കോണമി ക്ലീനപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും GST എന്ന് പറയുന്നത് അവിടെയാണ് റെലവൻ്റ് ആയിരിക്കുന്നത്. വെളിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റേറ്റ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു ഈസ് ഓഫ് ലിവിങ്ങിൻ്റെ പാർട്ടായിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പാർട്ടായിട്ടും GST റാഷണലൈസ് ചെയ്തു. ഈ റാഷണലൈസ് ചെയ്തത് പലപ്പോഴും എനിക്ക് ചിദംബരത്തിനെ പോലുള്ള ആളുകൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 8 വർഷം ടു ലേറ്റ് ആണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിന് ഉത്തരം അന്നേ അരുൺ ജെയ്റ്റ്ലി റോൾ ഔട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു ഉടനടി തന്നെ വലിയ തോതിലുള്ള ഒരു സിംഗിൾ റേറ്റ് ആയിട്ടുള്ള GST റോൾ ഔട്ട് ചെയ്യാനൊക്കില്ല. പല തട്ടിലുള്ള ആളുകളുള്ളതാണ്. വളരെ ബിലോ പോവർട്ടി ലൈൻ മുതൽ അൾട്രാ റിച്ചുള്ള ആളുകൾ വരെയുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അങ്ങനെ മാത്രമേ ചെയ്യാനൊക്കുള്ളൂ. എന്തായാലും അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മളിതിനെ ഒരു സിംഗിൾ റേറ്റിലായിട്ട് കൊണ്ടുപോകും എന്ന് അന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം ഒരു 5%, അതായത് വളരെ എസെൻഷ്യലായിട്ടുള്ള സാധനങ്ങളെ എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് 5% എന്നുള്ള റേറ്റും 18% ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഇതിലും സിൻ എന്ന് പറയുന്നത് 40%, അത് അല്ലെങ്കിൽ അൾട്രാ റിച്ച് എന്ന് പറയുന്ന ആളുകൾ യൂസ് ചെയ്യുന്നതിന് ഒരു 40% വളരെ മോഡറേറ്റ് ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാരണം ഈ പറയുന്ന കൊക്കക്കോള പോലുള്ള ഹെൽത്ത് ഹസാർഡ് ഉള്ള അമേരിക്കൻ പ്രോഡക്ട്സിനെ അത് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ പ്രോഡക്ട്സിനെ അവർ ടാരിഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് GST ചെയ്യാനുള്ളൊരു ആർജവം നമുക്കുണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും എക്കോണമി ഇപ്പം പലരും നോക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്ന കളക്ഷൻസ് കുറയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 30,000 to 40,000 crores ഇമ്പാക്റ്റ് ഉണ്ടാകും, അതൊരു റിഡക്ഷൻ അല്ല എന്ന് തന്നെയാണ് റവന്യൂ സെക്രട്ടറിയും മറ്റുമൊക്കെ അന്നത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പം ഞാൻ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. നമുക്കിനി കഷ്ടിച്ച് 2-2.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റ് ശ്രീ PJ വിൻസെന്റ് മാഷ് ലാസ്റ്റ് വേർഡിനായിട്ട് ശ്രീ പത്മനാഭനിലേക്കും. PJ വിൻസെന്റ് മാഷ്, കാര്യങ്ങൾ ശുഭോദർക്കമാണോ? 1 മിനിറ്റിൽ. തീർച്ചയായിട്ടും അതെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് കൊണ്ടല്ല ഇന്ത്യ ചൈന ബന്ധങ്ങൾ മെച്ചപ്പെട്ടത്. 2024 കസാൻ ബ്രിക്സ കോൺഫറൻസിൽ വെച്ച് തന്നെ ഇന്ത്യ ചൈന ബന്ധങ്ങൾ പുതിയ തലത്തിലേക്ക് വളർത്താനുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഒന്നാമത്തത്. ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് RRR ആണ്. അതായത് റൂബിൾ, റുപ്പി, റിൻമിൻ ബി എന്ന് പറയുന്ന പീപ്പിൾസ് കറൻസി എന്ന ചൈനീസ് കറൻസി. ഈ 3 രാജ്യങ്ങൾ അതിൻ്റെ കച്ചവടം സ്വന്തം കറൻസിയിൽ നടത്തിയാൽ തന്നെ ചിത്രം മാറും. അതുകൊണ്ട് 3R കൂട്ടായ്മ എന്ന നിലയ്ക്ക് വികസിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റമുണ്ടാകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ വെസ്റ്റ് ഏഷ്യയിലെ സവിശേഷമായ ബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ നേതൃത്വം നൽകുന്ന ഷിയ സഖ്യത്തിനെതിരെ അറബ് സുന്നി സഖ്യം, ആ അറബ് സുന്നി സഖ്യത്തിലേക്ക് ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളായ തുർക്കിയെയും അതുപോലെ ഖത്തറിനെയും കൂട്ടിച്ചേർക്കുക, അതോടൊപ്പം പാകിസ്ഥാനെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു സുന്നി സഖ്യമുണ്ടാക്കാൻ അമേരിക്ക നടത്തിയ തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതിൻ്റെ അനുരണനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ അടുത്ത ബന്ധം നിലനിൽക്കെ തന്നെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാന് രഹസ്യമായി പിന്തുണ കൊടുക്കുന്ന സമീപനമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്ക് ഈ വിഷയം ഒന്നുകൂടി ചർച്ചയ്ക്ക് എടുക്കാം. ശ്രീ വിൻസെന്റ് മാഷ് ക്ഷമിക്കണം, ഇടയ്ക്ക് മറ്റു ചില ലൈവിലേക്ക് പോയിട്ടുണ്ട്. ശ്രീ പത്മനാഭൻ, ഭാരതത്തെ ഉപയോഗിച്ച് ചൈനയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ട്രംപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകമെമ്പാടും നിന്ന് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണോ, അതോ അത് ഒരു ബാലിശ്യമായ ഒബ്സർവേഷനാണോ? അല്ല, എന്താ അറിയോ, വൈകാരികമായ തീരുമാനങ്ങൾ നയതന്ത്ര രംഗത്ത് അല്ലെങ്കിൽ വ്യാപാര രംഗത്ത് എടുക്കുന്ന ആളുകൾ ഒറ്റപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പക്വമായ പെരുമാറ്റം അല്ലെങ്കിൽ ദീർഘദർശിത്വത്തോടുള്ള തീരുമാനങ്ങളാണ് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ഒരു വികാര ജീവിയാണ്, വികാരത്തിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെ അതിൽ മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, ഇപ്പോ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 8 അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, അവരിലൊക്കെ കണ്ടിരുന്ന ഒരു ക്ലാസ് ഈ മനുഷ്യനിൽ കാണുന്നില്ല എന്ന്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു രീതി അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് പോലും അവരുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ അവർക്ക് പോലും യോജിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങോട്ട് അമേരിക്കയെ കൊണ്ടുപോയി കഷ്ടത്തിലാക്കുമോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. ഇന്ത്യക്ക് ഏതായാലും ഈ മനുഷ്യനെ കൊണ്ട്, ശരിയാണ്, നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് അമേരിക്ക, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു ഗുരുതരമായ ഒരു ആഘാതം സൃഷ്ടിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ അങ്ങോട്ട് അമേരിക്കയെ കൊണ്ടുപോയി കുഴപ്പത്തിലാക്കുമോ എന്നാണ് നാം പരിശോധിക്കുന്നത്. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. സമയക്കുറവ് മൂലം എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ നിർത്തുകയാണ്. വളരെയധികം നന്ദി എല്ലാ അതിഥികൾക്കും. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ശ്രീ പത്മനാഭൻ, ശ്രീ PJ വിൻസെന്റ് മാഷ്, നമസ്തേ.